ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലാത്തവരാരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ. സോ മൈ നെയിം ഇസ് നീമ, യു ക്യാൻ കോൾ മീ സാറ. ഇത് യൂട്യൂബിലെ ഒരു ചെറിയ ചാനലാണ്. ആൻഡ് ഈ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്ന കോണ്ടന്റ് ഇസ് മോർ അബൌട്ട് സിമ്പിൾ ലിവിങ്, കോൺഷ്യസ് ലിവിങ്, മിനിമലായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാം, ഓർ മിനിമലായിട്ടുള്ള അല്ലെങ്കിൽ മീനിങ് ആയിട്ടുള്ള ഹാബിറ്റ്സ് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. യു ക്യാൻ ഗോ ബാക്ക്, ലുക്ക് ഇൻ ടു മൈ കോണ്ടന്റ്, ആൻഡ് ഇഫ് യു ഫീൽ സംതിങ് ഓർ ദി അതർ റിലേറ്റ്സ് ടു യു, you are most welcome to subscribe and be part of this Kunju Velli family. So welcome to the new video. നമ്മളിലുണ്ടല്ലോ എന്തോരം പേര് ആഗ്രഹിച്ചിട്ടുണ്ട് രാവിലെകളിൽ എനിക്ക് ഇച്ചിരി കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ആ ലൈഫ് സൂപ്പർ ബിസി ദാറ്റ് അത് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, റൈറ്റ്? സോ കഴിഞ്ഞ വർഷം 2025 വെൻ ഐ ഹാഡ് ദിസ് റിയലൈസേഷൻ, വർക്കിന് പോയി തുടങ്ങി, അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ഒരു കുഞ്ഞു ഫാമിലി മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു സ്റ്റേജൊക്കെ വന്നപ്പോഴത്തേക്ക് ഐ റിയലൈസ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടൈം. ഓക്കെ എന്നുള്ളൊരു മോർണിംഗ്സിൽ സ്പെഷ്യലി ഐ ഡോണ്ട് ഹാവ് ടൈം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി. സോ വാട്ട് ഐ ഡിഡ്, ഞാൻ കുറച്ച് ഹാബിറ്റ്സ് വെച്ചിട്ട് ഞാൻ പ്ലേ അറൗണ്ട് ചെയ്തു. ലൈക്ക് 2025 ഡിഫറെൻറ്റ് മന്ത്സിൽ ഡിഫറെൻറ്റ് റുട്ടീൻസ് ഞാനിങ്ങനെ സെറ്റാക്കി നോക്കി, ജസ്റ്റ് ടു ഫിഗർ ഔട്ട് എനിക്ക് എന്ത് വർക്കാകും എന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി ഐ പ്ലേഡ് അറൗണ്ട് വിത്ത് റുട്ടീൻസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഫൈനലി വർക്ക്ഡ്. ഓക്കെ, സോ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, കുറേ ലേണിങ്സ് ഉണ്ടായിരുന്നു. ആ ലേണിങ്സ് എല്ലാം വെച്ച് ബേക്ക് ചെയ്ത് ടുവേർഡ്സ് 2025 ഐ തിങ്ക് ഐ നോ വാട്ട് വർക്ക്സ് ഫോർ മീ ആൻഡ് ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് ഇറ്റ് മൈറ്റ് വർക്ക് ഫോർ യു ടു. സോ അതാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രെയിറ്റ് ഇൻ ടു ദ ഹാബിറ്റ്സ്. എന്നെ തല്ലരുത്, എന്നെ കൊല്ലരുത്, പക്ഷേ ദ ഫസ്റ്റ് ഹാബിറ്റ് ഇസ് വേക്കിംഗ് അപ്പ് ഏർലി. ഓക്കെ, ഇത് ഞാനിപ്പോഴും വേക്കിംഗ് അപ്പ് ഏർലി ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കാറില്ല, ഞാൻ 4 മണിക്ക് എണീക്കാറില്ല. വാട്ട് ഐ ഡിഡ് ഇസ്, ഞാൻ നോർമലി എണീക്കുന്ന സമയത്ത് ഒരു 30 മിനിറ്റ്സ് മുന്നേ എണീക്കാൻ തുടങ്ങി. സോ ലെറ്റ്സ്, ഞാനൊരു മിഡ് റൈസറാണ്. എൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ 6 മണി ടു 7:30, 8 മണിയുടെ ഇടയിൽ എപ്പോഴേലൊക്കെ ഞാൻ എണീക്കും. സോ 6 മണി കണക്ക് കൂട്ടി ഞാനൊരു 5:30ക്ക് എണീക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്. പക്ഷേ വാട്ട് ഐ ഡിഡ് വാസ്, ഐ ഹാഡ് ലൈക്ക് എ മന്ത്ര ഇൻ മൈ ഹെഡ്. ഈ രാവിലെ എണീക്കുന്ന എന്തിനാണ്, എനിക്ക് വേണ്ടിയാണ് എണീക്കുന്നത് എന്നുള്ളൊരു സാധനം ഞാൻ എൻ്റെ തലയിൽ ഞാൻ കുത്തിക്കയറ്റി വെച്ചു. ഐ ടെൽ യു വൺ തിങ്. ഓക്കെ, നമ്മളെപ്പോഴും സമയമില്ല എന്ന് പറയുമ്പം നമുക്ക് ആക്ച്വലി സമയമുണ്ട് ഫോർ എസെൻഷ്യൽ കാര്യങ്ങൾ, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം കാണും, അല്ലെങ്കിൽ വീട്ടിൽ പിള്ളേരെ ഒരുക്കി വിടാൻ സമയം കാണും, ഫാമിലിനെ നോക്കാൻ സമയം കാണും. പക്ഷേ നമ്മൾ സമയമില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തോട്ട് വരുന്നത് സ്വൻ നമുക്ക് നമ്മുടെ സമയം അല്ലെങ്കിൽ ഒരു മീ ടൈമിനുള്ളൊരു സമയം രാവിലെ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? സോ ഞാൻ ഈ രാവിലെ ഒരു 30 മിനിറ്റ്സ് എണീക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടിയാണ് എണീക്കുന്നത് എന്നുള്ളൊരു ബോധത്തിൽ ഞാനത് ചെയ്യാൻ തുടങ്ങി. ഈ 30 മിനിറ്റ്സ് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എണീക്കും. പക്ഷേ ഐ മെയ്ഡ് ഷുവർ ദാറ്റ് എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ആ 30 മിനിറ്റ്സിൽ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ ആ സമയത്ത് ഞാൻ നോക്കത്തില്ല, അല്ലെങ്കിൽ ലെറ്റ്സ് സേ എനിക്ക് ആ ദിവസം പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ഫോർ മീ ആൻഡ് മൈ ഫേവറേറ്റ് സെറ്റ് ഓഫ് തിങ്സ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഫോർ എക്സാമ്പിൾ, എനിക്ക് രാവിലെ എണീറ്റ് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അത്ര സമയമൊന്നുമില്ല, 10 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ ഇഷ്ടമാണ്. ഐ യൂസ് 10 മിനിറ്റ്സ് ഫോർ ദാറ്റ്. അല്ലെങ്കിൽ എനിക്ക് ജിമ്മിൽ പോകാൻ റെഡി ആവണം, അതിനുവേണ്ടി ഞാൻ റെഡിയാകും. അല്ലെങ്കിൽ ഐ വുഡ് വോണ്ട് ടു റീഡ് എ ബുക്ക്, ഞാനത് റീഡ് ചെയ്യും. സോ ആ ഒരു 30 മിനിറ്റ്സ് ഇസ് ജസ്റ്റ് ഫോർ എനിക്ക് വേണ്ടി മാത്രം. സോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഡേ തുടങ്ങുമ്പോഴുണ്ടല്ലോ, വി ഗെറ്റ് ബാക്ക് കൺട്രോൾ. ആ ലൈഫിൻ്റെ ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ തിരിച്ചു വരുന്ന പോലൊരു ഫീല് വരും. ആൻഡ് യു വിൽ ഫീൽ ആസ് ഇഫ് യു ഹാവ് ടൈം ദാറ്റ് ഡേ. സോ ദ ഫസ്റ്റ് ട്രിക്ക് ഇസ് വെരി സിമ്പിൾ. നിങ്ങൾ എത്ര മണിക്കാണോ എണീക്കുന്നത്, അത് ശരി 10 മണി ആയിക്കോട്ടെ, 9:30ക്ക് എണീക്കാൻ നോക്കുക. 30 മിനിറ്റ്സ് മുന്നേ എണീക്കാൻ നോക്കുക. മേ ബി നിങ്ങൾ പ്രോ ഒക്കെ ആവുക എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുന്നേ അതൊക്കെ ആക്കാം. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഐ എം സ്റ്റിൽ എ പേഴ്സൺ ഹൂസ്
ലിവിങ് വിത്ത് ദാറ്റ് ആ 30 മിനിറ്റ് ആ ഒരു ടൈം ഫ്രെയിമിലാണ് എനിക്ക് പറ്റത്തുള്ളൂ അത്. സോ ബട്ട് ദിസ് ഇസ് ആക്ച്വലി വർക്കിംഗ് ഫോർ മീ. ദ ഫസ്റ്റ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഫോർ മീ ആൻഡ് മൈസെൽഫ്. ഈ ഒരു ടൈം ബ്ലോക്കിംഗ് പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ ആക്ച്വലി വർക്കിൻ്റെ പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 45 മിനിറ്റ്സ് ഫോക്കസ് അവേഴ്സ്, പിന്നെ ബാക്കിയുള്ള 10 മിനിറ്റ്സ് നിങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കും, പിന്നെയും ഒരു ഹാഫ് ആൻ അവർ ഫോക്കസ് ടൈം. അങ്ങനെ ആ ടൈം ബ്ലോക്കിംഗ് പരിപാടി പൊമോഡോറോ എന്നൊക്കെ പറയും. അതൊക്കെ ശരിക്കും നിങ്ങൾ വർക്കിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. Now what I'm trying to say is apply that same principle for your mornings. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മളൊന്ന് ശരിക്കും ഇരുന്നൊന്ന് ആലോചിച്ചാലുണ്ടല്ലോ, നമ്മുടെ മോർണിംഗ്സിൽ അധികം നമ്മൾ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് അത് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ഐ ഗിവ് എ വെരി റാൻഡം എക്സാമ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കിച്ചൺ ടൈം കാണും, അല്ലെങ്കിൽ ഒരു ഫാമിലി ടൈം കാണും രാവിലെ. പിന്നെ നെക്സ്റ്റ് ആക്ഷൻ, ആ ദിവസത്തിലേക്ക് പോകുന്ന നെക്സ്റ്റ് ആക്ഷന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ടൈം കാണും. അങ്ങനെ കുറച്ച് ബൾക്കായിട്ട് അല്ലെങ്കിൽ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് നമ്മുടെ മോർണിംഗ്സിനെ ഡിവൈഡ് ചെയ്യാം. ഈ ഓരോ കാറ്റഗറീസിനും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സമയം അലോട്ട് ചെയ്യാം. ഓക്കെ, കിച്ചൺ ടൈം 30 മിനിറ്റ്സ് ഓർ 40 മിനിറ്റ്സ്, ഒരു ഫാമിലി ടൈം 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ്, പിന്നെ ലെറ്റ്സ് ഗെറ്റിംഗ് റെഡി അല്ലെങ്കിൽ പ്രിപ്പയറിംഗ് ഫോർ ദ നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളൊരു സമയത്തിന് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ്. ഓക്കെ, ഈ ഒരു മെൻ്റൽ ക്ലോക്കിൽ നിങ്ങളുടെ ഒരു റുട്ടീനെ കൊണ്ടുവരാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു 5:30 എണീക്കുന്നു. 5:30 എണീറ്റിട്ട് എൻ്റെ മീ ടൈമിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നു. 6 to 7 ഇസ് മൈ ജിം ടൈം. അവിടെ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സമയമാണ്. അവിടെ ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. 7 to 7:30 തിരിച്ചു വരുന്നു. ഇറ്റ്സ് മോർ ലൈക്ക് എ ഫാമിലി ടൈം. അതായത് നമ്മൾ ഇരിക്കുന്നു, ചായ കുടിക്കുന്നു. ഓക്കെ, 7:30 ആകുന്നു, ഞാൻ നേരെ ഏപ്രിനെടുത്ത് അടുക്കളയിൽ കയറും. 7:30 to 8:30 കിച്ചൺ ടൈം. ആ സമയത്ത് ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. അതിൻ്റെ ഇടയ്ക്ക് പോയി ഡ്രസ്സ് അയൺ ചെയ്യാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ഫോർ കിച്ചണിൻ്റെ സമയം. അത് കഴിഞ്ഞതിന് ശേഷം സ്ലോലി നെക്സ്റ്റ് 10 മിനിറ്റ്സ് ഓർ 15 മിനിറ്റ്സ് വിൽ ബി ഫോർ ഫുഡ് കഴിക്കാൻ. എന്നിട്ട് ടുവേർഡ്സ് ദി എൻഡ് മൈ 15 മിനിറ്റ്സ് ഇസ് ഫോർ ഗെറ്റിംഗ് റെഡി. ഓക്കെ, സോ ഇത് വിത്ത് ബ്രേക്സ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആ ഒരു ഫ്ലോയ്ക്കും അങ്ങ് പോകാം. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യാണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു ടൈം ബ്ലോക്ക്, നിങ്ങളുടെ മോർണിംഗ്സിന് ടൈം ബ്ലോക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ടിക്ക് ചെയ്ത് പോവാം. ഓക്കെ, ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഫീൽ ലൈക്ക് ഓക്കെ നമ്മുടെ തല വർക്ക് ചെയ്യുന്നു, ക്ലോക്ക് നോക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ട്രസ്റ്റ് മീ വിത്ത് വാട്ട് ഐ സേ, ദിസ് വിൽ ചേഞ്ച് ദ ഗെയിം. രാവിലെ നമ്മൾ എണീറ്റ് ഇതൊരു മേ ബി ഒരു മന്ത് ഓർ സോയിലേക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ, വിൽ നെവർ ഫീൽ ആസ് ഇഫ് നമ്മളിത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ നമുക്ക് മനസ്സിലാവില്ല. 8 മണി ക്ലോക്കിൽ കാണുന്നു, ഞാൻ എൻ്റെ ഏപ്രിലായിരിക്കും എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ വരും. സോ ട്രൈ ദിസ്. Think through the categories that you have every morning. അത് ടൈം ബ്ലോക്ക് ചെയ്തിട്ട് tackle it. You can do it. കാക്കത്തൊള്ളായിരം ഡിസിഷൻസ് ആണ് നമ്മൾ ഒരു ദിവസം എടുക്കുന്നത്. ആൻഡ് ഐ സ്ട്രോങ്ലി ഫീൽ അതിൽ മുക്കാലുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ രാവിലെകളിലാണ്, അല്ലേ? സോ ദ നെക്സ്റ്റ് ഹാബിറ്റ് ഈസ് റിമൂവ് ദിസ് ഡിസിഷൻസ് ഔട്ട് ഓഫ് യുവർ വേ. ഈ ഡിസിഷൻസ് ഒന്നും രാവിലെ എടുക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. മോർണിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ഡേ ആണ്. കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് അതാണ് ആ ഒരു പീരീഡാണ്, ആ ഒരു ടൈമാണ് നമുക്ക് ആ ഹോൾ ഡേയിലേക്കുള്ള മൂഡ് സെറ്റ് ചെയ്യുന്നത്. ആ ഡിസിഷൻസ് ഒക്കെ എടുത്ത് മനസ്സിനെ ഭയങ്കര ക്രൗഡാക്കുന്നതിലും എത്രയോ നല്ലതാണ് യു സ്റ്റാർട്ട് ദാറ്റ് ഇൻ എ വെരി കാമായിട്ടുള്ളൊരു ടോണിൽ തുടങ്ങുക. ആൻഡ് ലെറ്റ് ബാക്കിയുള്ള ഡിസിഷൻസ് ഒക്കെ മോർണിംഗ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് എടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് പോവുക. ഒന്ന് ഇരുന്ന് ആലോചിക്കുക എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ നമ്പർ ഓഫ് ഡിസിഷൻസ് എടുക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ജനറിക് ആണ്. ദിസ് ക്യാൻ ബി ഡിസിഷൻസ് ഒക്കെ നേരത്തെ എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, രാവിലെ എണീക്കുമ്പോൾ എന്ത് കഴിക്കും എന്നുള്ളത് ദാറ്റ് ക്യാൻ ബി ടാക്കിൾഡ് വയ പ്രോപ്പർ മീൽ പ്ലാനിങ്. മീൽ പ്രപ്പിംഗ് അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വർത്തമാനം പറഞ്ഞിട്ടാണെങ്കിലും വെക്കുക. ഓക്കെ, മൺഡേ ട്യൂസ്ഡേ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ഇതായിരിക്കും ഞാൻ കഴിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരിക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഡിസിഷൻ കുറഞ്ഞല്ലോ, വൺ ഡിസിഷൻ ഡൺ. പിന്നെ ഡ്രസ്സ് എന്തിടും, ഞാൻ രാവിലെ ഓഫീസിൽ പോകുന്ന ഒരാളാണ്, സോ ഞാൻ ഡ്രസ്സ് എന്തിടും എന്നുള്ളത് രാവിലെ ഇരുന്ന് ആലോചിക്കാണ്ട് രാത്രി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലെങ്കിലും ഒന്ന്
കുറിച്ച് വെക്കുക, ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ ക്യാൻ വെയർ ടുമോറോ എന്നുള്ളത്. സോ റിമൂവ് ഓൾ പോസിബിൾ ഡിസിഷൻസ് ഔട്ട് ഓഫ് യുവർ വേ. അതായത് മോർണിംഗിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ട്രൈ ടു ബേക്ക് ദാറ്റ് ഇൻ, അല്ലെങ്കിൽ ഒരു ബൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് വീക്കെൻഡ്സിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ കിടക്കുന്നതിന് മുന്നേ ചെയ്യുകയോ, അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നാൽ തന്നെ യു ക്യാൻ ഫ്രീ അപ്പ് യുവർ മൈൻഡ്. മോർണിംഗ്സ് ആർ നെവർ ഫോർ മേക്കിംഗ് എ ലോട്ട് ഓഫ് ഡിസിഷൻസ് ആൻഡ് പ്ലേയിങ് അറൗണ്ട് വിത്ത് ക്വസ്റ്റ്യൻസ്. ആസ് ഐ ഹവ് സെഡ്, ഒരു ഒരു സ്റ്റാർട്ടിന് വേണ്ടി ഉള്ള ഒരു ചെറിയൊരു ടൈം ഫ്രെയിമാണ് മോർണിംഗ്. സോ ദിസ് മൈറ്റ് ലുക്ക് ലൈക്ക് എന്താ തുടങ്ങാൻ ഇച്ചിരി പാടായിരിക്കും ഒരു ഹാബിറ്റ്, പക്ഷേ ട്രൈ ഇറ്റ് ഔട്ട്. ദിസ് ക്യാൻ ചേഞ്ച് ദ ഗെയിം. Okay, the next thing can be a bit controversial and it's a bit subjective. Okay, നമ്മുടെ മോർണിംഗ്സ് ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല, ഇറ്റ്സ് ഫോർ ദ പീപ്പിൾ അറൗണ്ട് us, ഫോർ ദ ലവ്ഡ് വൺസ് അല്ലേ. ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് ഇറ്റ്സ് ബാഡ്. ഇഫ് യു ഹാവ് ടൈം യു ഡു ഇറ്റ്, ഇഫ് യു ലവ് ഇറ്റ് യു ഡു ഇറ്റ്. പക്ഷേ വിമന് പൊതുവെ ഒരു മെൻ്റൽ മോഡൽ ഉണ്ട് ദാറ്റ് യു ഷുഡ് ഡു ഇറ്റ് ഓൾ എന്നുള്ളത്, റൈറ്റ്? പക്ഷേ ഷുഡ് വി ഡു ഇറ്റ് ഓൾ? ഓക്കെ, അതൊരു തോട്ട് മാത്രമാണ്. ഇഫ് ഇറ്റ് ഈസ് ഓവർവെൽമിങ് ഫോർ യു, ഇറ്റ്സ് ടോട്ടലി ഫൈൻ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഓക്കെ, അഗെയിൻ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റ് അല്ല അവിടെ. ഇറ്റ് ഈസ് ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ് ഓൾ. പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് മെൻ ടു ബി ഷെയർഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണത്. ഇറ്റ്സ് മെൻ ടു ബി ഷെയർഡ് എന്നുള്ളത്. സോ ഇഫ് ഇറ്റ്സ് മെൻ ടു ബി ഷെയർഡ്, വൈ നോട്ട് ആസ്ക് ഫോർ ഹെൽപ്പ്, റൈറ്റ്? നമ്മൾ തന്നെ കുറേ ഓവർവെൽം ചെയ്ത് നമ്മുടെ തന്നെ ആ ഒരു ഡേ കളയുന്നതിനും പകരം വൈ നോട്ട് യു കൺവേർട്ട് ദാറ്റ് ഇൻ ടു എ ക്യൂട്ട് ഫാമിലി ആക്ടിവിറ്റി by asking for help, right? So continue doing that. Never feel like you are overwhelmed with lot of work, right? Whenever you feel like I should offload something എന്നുള്ളൊരു തോന്നൽ വരുവാണെന്നുണ്ടെങ്കിൽ ask for help, അല്ലെങ്കിൽ put that thought across. I would like you to do this എന്നുള്ളൊരു തോട്ട് മുമ്പോട്ട് വെക്കുക. Okay, see how they will react to it, and to be honest, you'll be surprised that people are actually willing to help you. People around you are actually willing to help you. They know how, let's say, എത്ര നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്, എത്ര ഓവർവെൽംഡ് ആയിട്ടിരിക്കുകയാണെന്ന് പീപ്പിൾ അറൗണ്ട് യു നോ അബൌട്ട് ഇറ്റ്. ബട്ട് അവർ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ചിലപ്പോൾ മടിക്കുന്നതായിരിക്കും. സോ ബി ഓപ്പൺ, ആസ്ക് ദം ഫോർ ഹെൽപ്പ്. And yeah, you'll be surprised on how much time this can bring back into your mornings. Okay, so അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വലിയ കാര്യമൊന്നും അല്ല ഞാനിന്ന് പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് ദാറ്റ് ഞാൻ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അത് വർക്കൗട്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചങ്ങ് ചെയ്തതേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ സ്ട്രക്ചേർഡ് വീഡിയോ. നിങ്ങൾ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടൊന്നുമല്ല ഞാൻ കോൺവെർസേഷൻസ് അങ്ങനെ പോയിന്റ്സ് ഒന്നും പറഞ്ഞത്. I just wanted to have this open conversation with you എന്നുള്ളൊരു ഇതിലാണ് ഞാനൊരു വീഡിയോ എടുത്തത്. സീ ഇഫ് ദിസ് വർക്ക്സ് ഫോർ യു. ഓക്കെ, എല്ലാം ചിലപ്പോൾ ഒറ്റയടിക്ക് വർക്ക് ആവണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓക്കെ 4 പോയിന്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രൈ ഡു ദാറ്റ്. ആൻഡ് അത് വർക്ക് ആവാന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ അല്ലാണ്ടോ വന്ന് പറയാം. വർക്ക് ആവുകയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. ആൻഡ് നിങ്ങൾക്കിപ്പം വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഹെൽപ്പ് മീ, യുനോ ഡ്രോപ്പ് ഇൻ ദ കമൻറ്റ്സ്, അല്ലെങ്കിൽ എന്നോട് പറയാം. ബിക്കോസ് ഐ വുഡ് വാണ്ട് ടു നോ ഓൺ വാട്ട് യു ഗൈസ് തിങ്ക് അബൌട്ട് സച്ച് വീഡിയോസ്. Okay, so have a good day, have a good week, whatever ahead. And yeah, thanks for watching up until here. Bye bye.